إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, അർഹമുർ-റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന അവന്റെ മഹനീയമായ സ്വർഗത്തോപ്പുകളിൽ എത്തിച്ചേരാൻ പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, അവൻ ഏറ്റവും പ്രിയപ്പെട്ട മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഏവരും കാത്തിരുന്ന, നമ്മൾ പ്രതീക്ഷയോടുകൂടി ഒരുപാട് നന്മകൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നാം ഇത്രയും ദിവസങ്ങൾ പിന്നിട്ട്, അല്ലെങ്കിൽ ഒരു കൊല്ലക്കാലത്തെ ഒരു യാത്രയ്ക്ക് ശേഷം, കഴിഞ്ഞ റമദാനിന് ശേഷം നമ്മളിലേക്ക് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയുസ് കൂടി നൽകി റമദാനിലെ ഒരു ദിവസം പിന്നിട്ട് നാം ഈ മസ്ജിദിന്റെ പടിവാതിൽ കടന്ന് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കഴിഞ്ഞ റമദാന് വരെ നമുക്കൊപ്പം ജീവിച്ച പലരും നമ്മളെ വിട്ട് അല്ലാഹുവിലേക്ക് യാത്രയായിട്ടുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇക്കൊല്ലവും കൂടി, അല്ലെങ്കിൽ റമദാനിലെ ആദ്യത്തിൽ പ്രവേശിക്കുവാനുള്ള തൗഫീഖായി നമുക്ക് നൽകിയ ഈ റമദാനിനെ നന്നായി ഉപയോഗപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. എത്ര നന്നായി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുമോ
അത്രയും നന്നായി ഈ റമദാനിൽ നമ്മൾ മത്സരിച്ചു കൊണ്ടിരിക്കണമെന്നാണ് കഴിഞ്ഞ ആഴ്ചയിലെ ഖുതുബയിലൂടെ നമ്മൾ മനസ്സിലാക്കി. അപ്പൊ നമ്മുടെ വീടുകളിലേക്ക് വന്ന ഈ അതിഥിയെ നമ്മൾ സൽക്കരിക്കുമ്പോൾ പരിപൂർണമായും ഈ മാസത്തിലെ നോമ്പെടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നല്ല ചിന്തകളുമായിട്ടായിരിക്കണം കടന്നു പോകേണ്ടത് എന്ന്. റമദാൻ അത് നമ്മുടെ ഉള്ളിൽ ആനന്ദം പകരുന്ന, ആഹ്ലാദം നൽകുന്ന, സന്തോഷം നൽകുന്ന ഒന്നായി തീരേണ്ടതുണ്ട്. കേവലമായി എല്ലാ മാസങ്ങളിലും നമ്മൾ ഉള്ളതുപോലെ ഈ റമദാനും അങ്ങനെ തന്നെയാണ് എങ്കിൽ നമുക്ക് നഷ്ടം സംഭവിക്കുമെന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ദീനനുസരിച്ച്, അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതനുസരിച്ച് നമുക്ക് ഈ നോമ്പിനെ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം. മഹാനായ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നുണ്ട്, അല്ലാഹുവാണ് സത്യം. ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂർ, ഖബറിലുള്ള മനുഷ്യരോടെങ്ങാനും അവരോട് ആഗ്രഹിക്കാൻ പറഞ്ഞാൽ, തമന്നൗ ലതമന്നൗ യൗമൻ മിൻ റമളാൻ, റമളാനിലെ ഒരു ദിവസം ആഗ്രഹിക്കുമായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഖബറിലേക്ക് കൊണ്ടുവച്ച് മറമാടപ്പെട്ട് അവന്റെ സൽക്കർമ്മങ്ങളെല്ലാം അത് എത്ര കണ്ട് വലുതാകുന്ന ഒരു നിമിഷത്തിന് വേണ്ടി അവൻ കാത്തിരിക്കുക പൊതുവെ റമളാനിലെ ദിവസങ്ങളിലേക്ക്. അതുകൊണ്ട് ഖബറിലുള്ള ഒരു മനുഷ്യനോടെങ്ങാനും നീ ആഗ്രഹിക്കൂ എന്ന് അവനോട് ആവശ്യപ്പെട്ടാൽ അവൻ പറയുമത്രേ, എനിക്ക് റമളാനിലെ ഒരു ദിവസം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് അവർ പറയുമായിരുന്നു. റമളാനിന്റെ ഒരു ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നൽകുന്നുണ്ട് എങ്കിൽ ഈ സൗഭാഗ്യത്തിന്റെ മാസത്തിലെ ഓരോ ദിവസങ്ങളും അതിൽ എത്ര കണ്ട് നന്മകളുമായി മുന്നേറാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുമോ, അതിലാണ് യഥാർത്ഥത്തിൽ ഖൈറും ബറക്കത്തും ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. റമളാൻ കേവലമായ നോമ്പിന്റെ ഒരു മാസമായി മാത്രമല്ല നമ്മൾ കാണേണ്ടത്. നോമ്പെടുക്കേണ്ട മാസമായി മാത്രം അതിങ്ങനെ നോമ്പെടുത്ത് കുറെ സമയം അങ്ങനെ വിശപ്പില്ലായ്മയും ദാഹവും ഒക്കെ സഹിച്ച് കിടന്നുറങ്ങി തീർത്ത് അങ്ങനെ പോകേണ്ട ഒന്നല്ല റമളാൻ എന്ന്. മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നല്ലാഹ ജഅല ശഹ്റ റമളാന മുദാമിറൻ ലിഖൽഖിഹി, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിനെ ഒരു മാത്സല്യത്തോടു കൂടിയാണ് വിശ്വാസികളുടെ മുന്നിൽ അവതരിപ്പിച്ചത്, തന്റെ സൃഷ്ടികൾക്ക് മുന്നിൽ. യസ്തബിഖൂന ഫീഹി ബിത്വാഅതിഹി, റബ്ബിനെ അനുസരിച്ചുകൊണ്ട് അവർ മുന്നേറാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുമെന്നാണ്. അവർ ഇസ്തിബാക്കിലാകും, മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുമെന്നാണ്. ഇലാ മർളാതിഹി, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിന്റെ ഇഷ്ടം കരഗതമാക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന്മാർ അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മത്സരിച്ചു കൊണ്ടിരിക്കുമെന്ന്. ഫസബക ഖൗമുൻ, ചില മനുഷ്യരാകട്ടെ അവർ മുന്നോട്ട് ഗമിച്ചുകൊണ്ടേയിരിക്കും. ഫഫാസു, അവർ വിജയത്തിലാണ്, അവർക്ക് വിജയമുണ്ടാകും. എന്നാൽ വതഖല്ലഫ ആഖറൂന, ചിലരാകട്ടെ പിന്തിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഫഖാബു, അവർ പരാജയപ്പെട്ടതു തന്നെ എന്ന് മഹാനായ ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ഫൽ അജബ്, അദ്ദേഹം പറയുന്നുണ്ട്, ഫൽ അജബ്, എത്ര വലിയ അത്ഭുതമാണ് കാര്യം. നന്മ ചെയ്യുന്ന മനുഷ്യന്മാർ വിജയിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ചിരിച്ചും കളിച്ചും ഗമിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ മുന്നിൽ അവൻ എത്ര വലിയ അത്ഭുതമാണ്. ചിരിച്ചും കളിച്ചും തീർത്ത് അവന്റെ ആയുസിന്റെ നല്ലൊരു ഭാഗമായ റമളാനിന്റെ ദിവസത്തിൽ പ്രവേശിച്ചിട്ട് പുണ്യങ്ങൾ ലഭിക്കാതെ നന്മകളിൽ മത്സരിക്കാതെ അങ്ങനെ ജീവിച്ചു തീർക്കുന്ന മനുഷ്യന്റെ കാര്യം അത്ഭുതമാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അങ്ങനെ അത്ഭുതപ്പെട്ടു പോകുന്നു. ദുനിയാവിന്റെ ലഹരിയായി, അനാവശ്യ കാര്യങ്ങളുടെ ചർച്ചകളായി, തിന്മകളിലായി വിഹരിക്കുന്ന മനുഷ്യരായി അങ്ങനെ തീരേണ്ടതല്ല നമ്മുടെ റമളാൻ എന്നത്. ഒരു നിധിയെ കിട്ടിയവന്റെ ആഹ്ലാദം, അല്ലെ, നല്ല വിലയുള്ള മൂല്യവത്തായ ഒരു കാര്യം നമുക്ക് ലഭിച്ചതിന്റെ ഒരു ആഹ്ലാദം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. എങ്ങനെയെങ്കിലും ഈ റമളാൻ ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാനല്ല. അയ്യാമം മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങള്, വളരെ പെട്ടെന്ന് കടന്നു പോകുന്ന ദിവസങ്ങളാണ്. ഫസബക ഖൗമുൻ ഫാസു എന്ന് പറഞ്ഞിടത്ത് ഞാനും നിങ്ങളും ഉണ്ടാകാം. അവർ വിജയത്തിലാണ്,
അവർ മുന്നോട്ട് വരുന്നവരാണ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകാൻ കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, മുൻഗാമികൾ സ്വീകരിച്ചതുപോലെ റമദാനിനെ എനിക്ക് നിങ്ങൾക്കും സ്വീകരിക്കാൻ കഴിയും. റമദാൻ ഒരു റജബിന്റെ സമയത്ത് നമ്മൾ റമദാനിന് വേണ്ടി ഒരുങ്ങുകയാണ്. റമദാനിന് വേണ്ടിയുള്ള വിത്തുകൾ ഇട്ടത് എപ്പോഴാണ്? അതുപോലെ ശഅബാനിലായപ്പോ അതിനെ ഒന്ന് നനച്ച് അതിനെ തളിർക്കാൻ വേണ്ടി പാകത്തിലാക്കി അങ്ങനെ നനച്ചു നിർത്തിയിട്ടുണ്ട്. റമദാൻ എന്ന് പറഞ്ഞാൽ യൗമുൽ ഹസാദാണ്, അല്ലെങ്കിൽ ഷഹറുൽ ഹസ്വാദാൻ, വിളവെടുപ്പിന്റെ മാസമാണ്. ആ വിളവുകൾ നമ്മൾ സ്വീകരിച്ച് റമദാനിലെ അതിങ്ങനെ വളർന്നു വരുന്ന ആ ഒരു ആശയത്തിനെ നമ്മൾ നന്മകളായി നട്ടു വളർത്തിയ ഓരോ നന്മകളെയും അത് പറിച്ചെടുത്ത് അത് കൊയ്തെടുത്ത് നമുക്ക് മുന്നേറാൻ കഴിയണം. അതുകൊണ്ട് നഷ്ടം വരാൻ പാടില്ല റമദാൻ എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. വിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങളുടെ വിശേഷണം പറയുന്നത് കാണാം, വല്ലദീനഹും അനിൽ ലഗവി മുഅ്രിദൂൻ, അവർ അനാവശ്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്നവരാണ്. റമദാനിൽ മാത്രമല്ല, റമദാൻ അല്ലാത്ത കാലത്തും പിന്തിരിയുന്ന ആളുകളാണ്. എന്നാൽ റമദാനായി കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്നൊരുങ്ങണം. തസവ്വദൂ, നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഫഇന്ന ഖൈറ സാദി തഖ്വ, ഏറ്റവും നല്ല സാദ് എന്നത്, വിഭവം എന്നത്, കൊണ്ടു നടക്കാൻ അള്ളാഹുവിലേക്ക് എത്തുന്ന ഏറ്റവും നല്ല കാര്യം എന്നത് സൂക്ഷ്മതാ ജീവിതമാണ്. നല്ല തഖ്വയോടുകൂടി ജീവിക്കാൻ കഴിയണം. റമദാൻ അതിനുള്ളതാണ്. വിശുദ്ധ ഖുർആനിലൂടെ ഞാൻ അമുഖമായി ഓതി വെച്ച സൂറത്തുൽ ബഖറയിലെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് എങ്ങനെയാണ്? എന്നാൽ അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലയോ ഈമാനുള്ള മനുഷ്യരെ, നിങ്ങൾക്കിതാ നോമ്പിനെ നാം നിർബന്ധമാക്കിയിരിക്കുന്നു. എന്തിനാണ് അല്ലാഹു നോമ്പിനെ നിർബന്ധമാക്കിയത്? ലഅല്ലക്കും തത്തഖൂൻ, നന്നായി സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു ഹലാലാക്കിയ പല കാര്യങ്ങളും നമ്മൾ ഹറാമായി കണ്ട് ഈ പകലുകളിൽ നമ്മൾ ജീവിക്കുന്നുണ്ട് എങ്കിൽ ഹറാമിനെ പുൽകാതിരിക്കാൻ ഒരു മനുഷ്യൻ അതിനേക്കാളും വലുതായിട്ട് എന്താ ഉള്ളത് പ്രിയമുള്ളവരെ? ഹലാലായ ഭക്ഷണം, ഹലാലായ നമുക്ക് വെള്ളം, അതുപോലെ തന്നെ ഹലാലായ ഭാര്യ ഭർത്തൃ ജീവിതം, ഇതെല്ലാം നമ്മൾ മാറ്റിവെക്കുന്നത് എന്തിനാണ്? സൂക്ഷ്മത കിട്ടാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹ് അനുവദിച്ച പലതിനെയും നമ്മൾ മാറ്റിവെക്കാൻ തയ്യാറാകുന്നത് റമദാനിലാണ്. അപ്പൊ അള്ളാഹു ഹറാമാക്കിയതിൽ നിന്ന് പൂർണ്ണമായും ഒരു മനുഷ്യന് വിട്ടുനിൽക്കാൻ കെൽപ്പ് നൽകുന്ന രൂപത്തിലാണ് റമദാനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകണമെന്ന്. അപ്പോൾ റമദാൻ ഹൃദയത്തിൽ സൂക്ഷ്മത കൊണ്ട് നിറയണമെന്നാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ കൽബുകളിൽ ആ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം അത് കുറച്ചുകൂടി ഒന്നുകൂടി നന്നായി കൊണ്ടുവരേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഒന്നാമതായി ഇതിന് വേണ്ടത് റമദാൻ ഖുർആനിന്റെ മാസമാണ്. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ അവതരിച്ച മാസമാണ് ശഹ്റു റമദാൻ. ഏറ്റവും അനുഗ്രഹീതമായ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ആദ്യമായി അവതരിക്കുന്നത് അത് റമദാൻ മാസത്തിലാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റമദാൻ ഖുർആനിന്റെ മാസമാകുമ്പോൾ മുൻഗാമികളായ ആളുകൾ ഖുർആനിനെ പരിഗണിച്ചത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അവർക്കെങ്ങനെയാണ് ഇത്രയധികം ഖുർആൻ പാരായണം ചെയ്യാൻ കഴിഞ്ഞത് എന്ന് നമ്മൾ തഅജ്ജുബിലാകും, അത്ഭുതപ്പെട്ടു പോകുമെന്നാണ്. അവരെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, കാനു യഅ്തബിറൂന റമദാൻ, അവർ റമദാനിനെ പരിഗണിച്ചിരുന്നത് മദ്റസത്തുൽ ലിൽ ഖുർആൻ, ഖുർആനിന് വേണ്ടിയുള്ള ഒരു മദ്രസയായിട്ട്, ഒരു പാഠശാലയായിട്ട്, വതിലാവതിഹി വഇസ്തിമാഇഹി, അതിനെ പാരായണം ചെയ്യാനും വഇസ്തിമാഇഹി അതിനെ കേൾക്കാനും, അതുപോലെ തന്നെ വതദബ്ബുറൻ വഅമല അതിനെക്കുറിച്ച് ചിന്തിക്കാനും, ഖുർആനിന്റെ വചനങ്ങളെ കുറിച്ച് അതിന്റെ സാരാംശങ്ങളിലേക്ക് ഇറങ്ങി നിന്ന് അതിനെക്കുറിച്ച് തദബ്ബുർ ചെയ്യാനും വഅമലൻ അത് അമലായി കൊണ്ടുവരാനും ഒക്കെയായിരുന്നു മുൻഗാമികൾ പരിഗണന നൽകിയിരുന്നത് എന്ന് മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി റമദാൻ മാസത്തിൽ 60 തവണ, എത്ര തവണ? 60 തവണ അദ്ദേഹം ഖുർആൻ പാരായണം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന്. സുബ്ഹാനല്ലാഹ്, നമുക്ക് ഒരു തവണ ഓതി തീർക്കാൻ കഴിയണില്ല റമദാനിൽ. നമ്മൾ അത്ര കണ്ട് മടിയന്മാരായിട്ടാണ് ജീവിക്കുന്നത്. ഒരു തവണ ഓതി തീർക്കുന്നില്ല. പരിശുദ്ധ റമദാനിൽ ഇമാം ഷാഫിയെ പോലെയുള്ള ആളുകൾ 60 തവണ ഖുർആനിനെ പൂർത്തീകരിച്ചിരുന്നു എന്ന് വെറുതെ പറയണതല്ല. അദ്ദേഹത്തിന്റെ 7-ാം വയസ്സിൽ ഹിഫ്ളാക്കിയ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ച് റമദാൻ മാസത്തിൽ ഓതിയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. മഹാനായ ബുഖാരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി 30-ലേറെ തവണ, 30 തവണയോളം അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്തിരുന്നു എന്ന് കാണാം.
അതുപോലെ തന്നെ ഇമാം ഖത്താദയെ പോലെയുള്ള ആളുകൾ 10 തവണ ഖുർആൻ പാരായണം ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. കാന സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുകയാണ്, ഇദാ ദഖല റമളാൻ, റമളാൻ എങ്ങാനും വന്നാൽ തറക ജമീഅൽ അഅമാൽ, അമലുകളെല്ലാം മാറ്റിവെക്കും, മറ്റു കർമ്മങ്ങളെല്ലാം ഞങ്ങൾ മാറ്റിവെക്കും. വഅഖബല അലാ ഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യാനായി നമ്മൾ സമയം കണ്ടെത്തും. ബാക്കി ജീവിതത്തിലെ തിരക്ക് പിടിച്ച ജീവിതത്തിലെ ദുനിയാവിന്റെ ഓട്ടങ്ങളിലേക്ക് കടന്നു പോകാതെ, അമലുകളിലേക്ക് കടന്നു പോകാതെ, അത്തരം അമലുകളിലേക്ക് കടന്നു പോകാതെ, അല്ലെങ്കിൽ അതിന് കൂടുതലായി പ്രാധാന്യം നൽകാതെ വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളെ, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് പാരായണം ചെയ്യാനുമായി ഞങ്ങൾ സമയം കണ്ടെത്തുമായിരുന്നു എന്നാണ്. അകമ്പള്ളിയിൽ സ്ഥലമില്ല എങ്കിൽ മുകളിൽ, ഏറ്റവും മുകളിൽ ഇൻഷാ അല്ലാഹ് സൗകര്യമുണ്ട്, എല്ലാവരും അങ്ങോട്ട് പോകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആനിനെ കുറിച്ചുള്ള ചിന്ത അത് വിശ്വാസികളുടെ ഹൃദയങ്ങൾ നിറഞ്ഞു നിൽക്കണമെന്നാണ്. ഒരു ഹർഫ് പാരായണം ചെയ്താൽ എത്രയാ പ്രതിഫലം? 10 ഇരട്ടി പ്രതിഫലമാണ് ഒരു മനുഷ്യന് ലഭിക്കുക ഒരു അക്ഷരം പാരായണം ചെയ്ത്. 10 കൂലിയാൻ. ഒരു വരിയിൽ ചുരുങ്ങിയത് 35 ഹർഫുകൾ ഉണ്ടാകും. ഒരു വരിയിൽ 35 ഹർഫുകൾ ഉണ്ടാകും. 35 ഗുണം 25 എന്നത് നമ്മളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാൽ 525, 5250 പ്രതിഫലം ഒരു മനുഷ്യന് ഒരു പേജ് ഓതുമ്പോൾ കിട്ടുമെന്നാണ്. കുറഞ്ഞ പക്ഷം 600 പേജുകളാണ് പരിശുദ്ധ ഖുർആനിലെ അടങ്ങിയിട്ടുള്ളത്. ആ 600 പേജുകൾ ഒരു മനുഷ്യൻ പാരായണം ചെയ്താൽ 31,50,000 പ്രതിഫലം ഒരു മനുഷ്യന്റെ അക്കൗണ്ടിലേക്ക് പരിശുദ്ധ റമദാനിലാകുമ്പോ അതിനേക്കാൾ ഇരട്ടിയായി ആ മനുഷ്യന്റെ അക്കൗണ്ടിലേക്ക് കടന്നു വരുമെന്നാണ്. നിസ്സാരമായ കാര്യമല്ല. അപ്പോൾ ഇമാം ഷാഫിയെ പോലെയുള്ള ആളുകൾക്ക്, ബുഖാരി ഇമാമിനെ പോലെയുള്ള ആളുകൾക്ക്, ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള ആളുകൾക്ക് എന്തുമാത്രം പ്രതിഫലമായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുക എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഖുർആനിനെ പാരായണം ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തണം. നമ്മുടെ മൊബൈലുകളിൽ ഡൗൺലോഡ് ചെയ്തു വെക്കാം. മൊബൈൽ വഴി പാരായണം ചെയ്യാം. ആർത്തവകാരികളായ സ്ത്രീകൾക്ക് മൊബൈൽ വഴി പാരായണം ചെയ്യാം. ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറുൻ, ഖുർആൻ സ്പർശനം പാടില്ല എന്ന്. എന്നാൽ മൊബൈലിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? അത് പാരായണം ചെയ്യാനുള്ള അനുമതിയുണ്ട്. അതുകൊണ്ട് ഓതാൻ വേണ്ടിയുള്ള സമയങ്ങൾ നമ്മൾ കണ്ടെത്തണം. ഖുർആൻ പഠിക്കാനും അത് മത്സരത്തോടു കൂടി കാണാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തണം. ഖുർആൻ വിജ്ഞാന പരീക്ഷകൾ നമ്മുടെ മുന്നിലുണ്ട്. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടാകണം. അതോടൊപ്പം ഖുർആനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് കഴിയും. രണ്ടാമതായി സൂചിപ്പിക്കാനുള്ളത്, രാത്രി നമസ്കാരങ്ങളിൽ നമ്മൾ കുറച്ചുകൂടെ സൂക്ഷ്മതയുള്ളവരാകണം. നിസ്കാരങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഫർദ് നമസ്കാരങ്ങൾ നമ്മൾ ഫർദിന് തന്നെയാണ് നിർബന്ധമായും നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. നമ്മൾ രാത്രികാലത്തെ നമസ്കാരത്തിന് വാഹനത്തിലേറി ഭാര്യയും മക്കളെയുമായി കൊണ്ടുവന്ന് നമസ്കരിപ്പിക്കുന്നുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, എന്ത് 5 വഖ്ത് നമസ്കാരങ്ങളിൽ നമുക്കത് കഴിയണില്ല? നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? പലപ്പോഴും നമ്മൾ എങ്ങനെയാണെന്ന്, ഇങ്ങനെ സുന്നത്തായ കർമ്മങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യം പലപ്പോഴും ഫർദായ കാര്യങ്ങൾക്ക് നൽകാതെ പോകുന്നു എന്നുള്ളത് അത്ഭുതമാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എന്തുകൊണ്ട് നമുക്ക് ജുമാ നമസ്കാരങ്ങളിലേക്ക് നമ്മുടെ സ്ത്രീകളെ കൊണ്ടുവരാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് കഴിയുന്നില്ല? റമദാൻ മാസമാകുമ്പോ പള്ളികൾ എന്തുകൊണ്ട് നേരത്തെ നിറയുന്നു? നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇത്രയും ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു പോകും. അത്ര കണ്ട് സജീവരായി റമദാനിൽ ഇടപെടാൻ നമുക്ക് കഴിയുന്നുണ്ട് എങ്കിൽ റമദാൻ കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സൂക്ഷ്മതാ ബോധവും ഒക്കെ നിലനിർത്താൻ വേണ്ടിയ റമദാനുള്ളത്. വളരെ നേരത്തെ പള്ളിയിലെത്താൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമ്മൾ റമദാനിൽ ഒരുക്കുന്നുണ്ട്, അല്ലെ? അത് നമ്മുടെ കച്ചവടങ്ങൾ മാറ്റിവെച്ച്, നമ്മുടെ പല ചിന്തകളും മാറ്റിവെച്ച്, നമ്മുടെ ജോലി തിരക്കുകൾ മാറ്റിവെച്ച് റമദാനാകുമ്പോൾ ഒന്നുകൂടെ സജീവതയിലേക്ക് കടന്നു വരുന്നു. നമ്മൾ പലപ്പോഴും പിശാചിങ്ങനെ നമ്മുടെ വസ്വാസിലാക്കി, നമ്മുടെ തിരക്കുകളിലാക്കി നമ്മളെ പിന്തിരിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അവന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സൂക്ഷ്മതാ ബോധം നമുക്കുണ്ടാകും. രാത്രികാലങ്ങളിൽ നിസ്കാരം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. അമിതമായ ഭക്ഷണം കഴിച്ച് വയർ നിറച്ച് ഒരുപാട് ഭക്ഷണം എടുത്ത് ലോഡെടുത്ത് ഒരു ആസ്വാദനം കിട്ടാതെ എങ്ങനെയെങ്കിലും ഉസ്താദൊന്നും നമസ്കാരം നിർത്തിയിരുന്നെങ്കിൽ ഇറങ്ങി ഓടാമായിരുന്നു എന്ന ചിന്തയിലാണ് പല ആളുകളും പള്ളിയിലെത്തി. അങ്ങനെയാകാൻ പാടില്ല. ഒരു മസ്ജിദ് തന്നെ തുടർച്ചയായി തന്നെ നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മൾ വരുന്ന പള്ളികളിൽ, ഏത് പള്ളിയാകട്ടെ, ആ പള്ളിയിൽ 30 ദിവസവും തുടർന്ന് മൻകാമ റമദാൻ, ആരെങ്കിൽ റമദാൻ മാസത്തിൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നിർവഹിച്ചു കഴിഞ്ഞാൽ അവന്റെ മുൻകഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കും. അതുകൊണ്ട്
റമദാനിലെ നമസ്കാരത്തെ നിസ്സാരപ്പെടുത്തിയതല്ല, ഫർദ് നമസ്കാരങ്ങൾക്ക് അതിനേക്കാൾ ഏറെ ഗൗരവമുണ്ട് എന്ന ചിന്തയാണ് മുന്നോട്ട് വെച്ചത്. അതുപോലെ തന്നെ എണ്ണമല്ല നമസ്കാരത്തിന്റെ വിഷയത്തെ നമ്മൾ പരിഗണിക്കേണ്ടത്. തറാവീഹ് നമസ്കാരം എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 11 റക്അത്തിൽ കൂടുതലായി നമസ്കരിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല എന്ന് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ രേഖപ്പെടുത്തുന്നതായി കാണാൻ പറ്റും. റമദാനിലാകട്ടെ റമദാൻ അല്ലാത്ത കാലത്താകട്ടെ രാത്രി നമസ്കാരം എന്നത് 11 ചുരുക്കിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ദൈർഘ്യം മസ്ന എന്ന രൂപത്തിലൊക്കെ ഹദീസുകൾ വരുന്നുണ്ട്. രണ്ടായി പ്രവാചകൻ അതിന്റെ ദൈർഘ്യത്തെ കുറിച്ചോ അതിന്റെ വലിപ്പത്തെ കുറിച്ചോ ഒന്നും ചോദിക്കാൻ പറ്റാത്തൊരു അത്ര കണ്ട് വലിപ്പത്തിൽ അത്ര കണ്ട് ദൈർഘ്യമായി ഖുർആൻ പാരായണം ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിനെ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ റമദാനായി കഴിഞ്ഞാൽ ഉദാരമായി നമ്മൾ സ്വതക്കകൾ നിർവഹിക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി ആയിരുന്നു അജ്വദുൻ നാസ് ബിൽ ഖൈർ, ഏറ്റവും നന്നായി ചിലവഴിക്കുന്നത്, ഏറ്റവും നന്മകളിൽ മുൻകടന്നു നിന്നുകൊണ്ട് ജൂതായി നല്ലതുപോലെ ഹൃദയത്തിൽ തട്ടി ഔദാര്യവാനായിക്കൊണ്ട് റസൂലുള്ളാഹി ചിലവാക്കുമായിരുന്നു. റമദാൻ മാസമായി കഴിഞ്ഞാൽ അതിനേക്കാളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മത്സരിക്കുമായിരുന്നു. പലപ്പോഴും ഒന്നും ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലാത്തൊരവസ്ഥ ഉണ്ടാകാറുണ്ട്. പല ആളുകൾക്ക് മടിയാൻ അല്ലാഹുവിന്റെ മാർഗത്തിലൊക്കെ ചോദിക്കുമ്പോൾ ആ സമ്പത്ത് കുറഞ്ഞു പോകുമെന്നുള്ള ഭയമാണ്. റബ്ബിങ്ങനെ പിശാചിങ്ങനെ വസ്വാസിലാക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇരട്ടിപ്പിക്കുമെന്ന് പറയുന്ന സ്വതക്കയുടെ രൂപങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ പിശാച് മറുഭാഗത്തതയാണ് നമ്മളെ വസ്വാസിലാക്കിയിട്ട് അത്രയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് പിന്നോട്ട് വലിക്കുന്ന അവസ്ഥകളുണ്ട്. റമദാനായി കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായി അജ്വദായി ഏറ്റവും നന്നായി റബ്ബിന്റെ മാർഗത്തിൽ കൊടുക്കാൻ വേണ്ടി തയ്യാറാകണമെന്ന്, കഴിയുന്നത്ര നൽകുക. എത്ര കണ്ട് ചെയ്യുമോ അത്ര കണ്ട് പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാൻ നമുക്ക് കഴിയും. പലപ്പോഴും സാമ്പത്തികമായി സഹായം ചോദിക്കുന്നവരോട് തന്നെ ഒരു വെറുപ്പാണ്. അയാൾ ഇപ്പൊ തുടങ്ങും, മിമ്പറിൽ വന്നു കഴിഞ്ഞാൽ മൗലവിക്ക് എന്നും പിരിവേ പറയാനുള്ളൂ എന്ന് പറയുന്ന ആളുകളെ കാണാൻ പറ്റും. അല്ലെങ്കിൽ പുറത്ത് പള്ളിയുടെ അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങളുമായി നിൽക്കുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ ഒരു മടിയാണ്. എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ബക്കറ്റ് വെക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ റെസിപ്റ്റ് നമുക്ക് എഴുതി തരുന്നത് ആർക്കാ കൂലി? നമുക്കാണ് കൂലി. പക്ഷെ നമുക്കാണ് കൂലി കിട്ടുന്നത് എന്നുള്ള ആ ഒരു ചിന്ത പലപ്പോഴും നൽകുന്ന ആളുകൾക്ക് ഇല്ലാതെ പോകുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ നൽകുന്ന സമ്പത്ത് അത് അള്ളാഹുവിന്റെ മാർഗത്തിലാണ് എന്നുള്ള തിരിച്ചറിവും ആ ഒരു ബോധ്യവും എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ്. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നു, അഹബ്ബുൽ റജുലി അസ്സിയാദതു ബിൽ ജൂദി ഫീ റമദാൻ. ഒരു മനുഷ്യൻ അയാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നന്നായി റമദാൻ മാസത്തിൽ റമദാനിൽ ഉദാരതയുള്ളവനായിരിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് മനുഷ്യർക്ക് വേണ്ടിയാണ് നമ്മൾ നൽകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാ നന്മകളിലുമാണ് നമ്മൾ നൽകുന്നത് എന്നുള്ള ചിന്തയോടുകൂടി നൽകാൻ എനിക്ക് നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. മാത്രമല്ല റമദാൻ മാസമായി കഴിഞ്ഞാൽ ഒന്ന് സംസാരമൊക്കെ നമ്മുടെ നാവൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ നമ്മൾ സന്നദ്ധരാകണമെന്നാണ്. ഇത് അസുന്ദ, നീ നോമ്പെടുത്താൽ നീ നോമ്പുകാരനാണ്. ഏതൊക്കെ കാര്യങ്ങളിൽ? നിന്റെ സംഇക വബസരിക, നിന്റെ കേൾവിയിലും നിന്റെ കാഴ്ചയിലും, വലിസാനിക, നിന്റെ നാവിലും, അനിൽ കദിബി വൽ മആസിം, പാപങ്ങളെ തൊട്ടും അതുപോലെ തന്നെ നുണകളെ തൊട്ടും ഒക്കെ നീ മാറി നിൽക്കണം. അതൽ ഖാദിമ, നിന്റെ സേവകരായി നിൽക്കുന്ന ആളുകളെ അവരെ ഉപദ്രവിക്കാൻ നീ മാറിക്കളയണം. വല്യകുൻ അലൈക വഖാറുൻ വസകീന യൗമ സിയാമിക, കാരണം നീ നിന്റെ നോമ്പിനെ സംബന്ധിച്ച് നീ വഖാറുള്ളവനാകണം, ഗാംഭീര്യം കൊടുക്കണം. നോമ്പിന് അത് സമാധാനം നൽകുന്ന ഒന്നായിരിക്കണം. നിന്റെ നോമ്പ് അത് മുറിയുന്ന രൂപത്തിൽ നീ ആക്കിക്കളയരുത്. അല്ലെങ്കിൽ മറ്റു ദിവസങ്ങളും നോമ്പിന്റെ ദിവസങ്ങളും തമ്മിൽ എല്ലാം ഒരുപോലെയായിത്തീരും. അതുകൊണ്ട് അങ്ങനെയാകരുത്. നീ നിന്റെ നോമ്പിനെ നഷ്ടപ്പെടുന്ന രൂപത്തിൽ നിന്റെ സംസാരവും നിന്റെ പ്രവർത്തനങ്ങളുമായി നീ കടന്നു പോകാൻ പാടില്ല എന്ന് മഹാനന്ദന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഈ റമദാനിനെ അത് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമായി കണ്ട് എന്ന് പറഞ്ഞിടത്ത് അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്ക് നമ്മൾ വേഗത്തിൽ നടന്നെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദുൽ ഖഹാർ അൽ ഫർദുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഉസികും വഇയ്യായ സാനിയും ബിത്തഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന്
ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റമദാൻ മാസമായി കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, നമ്മൾ സമയം ക്രമീകരിക്കേണ്ടതുണ്ട്. മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അദറക്തു അക്വാമൻ, ചില ആളുകളെ ഞാൻ കാണുകയുണ്ടായി, കാനു അല ഔഖാതിഹിം, അവരുടെ സമയങ്ങളെ സംബന്ധിച്ച് അശദ്ദു മിൻകും ഹിർസൻ, നല്ല താല്പര്യമുള്ള, അതീവമായി ഹിർസുള്ള, അത്യാഗ്രഹമുള്ള മനുഷ്യരെ ഞാൻ കാണുകയുണ്ടായി. അലാ ദറാഹിമിക്കും വദനാനീരിക്കും, എന്തിന്റെ കാര്യത്തിലാണ്? ദീനാറിന്റെയും ദിർഹമുകളുടെയും പിന്നാലെ അവരുടെ സമയങ്ങൾക്ക് വേണ്ടി സമയങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ചില മനുഷ്യരെ ഞാൻ കാണുകയുണ്ടായി. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നന്മകളിലാണ് നമ്മുടെ സമയം നമ്മൾ ധാരാളമായി കാണേണ്ടത്. നമ്മളിങ്ങനെ ദുനിയാവിന്റെ പിന്നാലെയുള്ള പരക്കം പാച്ചിലിൽ, അതല്ലെങ്കിൽ അതിന്റെ ഒരു ഓട്ടത്തിൽ ഇങ്ങനെ അതിവേഗതയിൽ സഞ്ചരിക്കുമ്പോഴായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മടക്കിയെടുക്കുക. പ്രിയമുള്ളവരെ, ഈ ഒരു റമദാൻ അടുത്ത റമദാനിലേക്ക് എനിക്ക് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഈ റമദാനാണ് എൻ്റെ അവസരമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ നല്ല ഒരു സമയം ഖുർആൻ പാരായണത്തിനും അതുപോലെ തന്നെ മറ്റു നന്മകൾക്കും നമസ്കാരത്തിനും സുന്നത്തായ കർമ്മങ്ങൾക്കും ഒക്കെയായി മാറ്റിവെക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുപോലെ തന്നെ റബ്ബിന്റെ മാർഗത്തിൽ നമുക്ക് ഒഴിഞ്ഞിരിക്കാൻ കഴിയും. നമ്മൾ ചെയ്ത പാപങ്ങൾ അത് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് തുറന്നു പറഞ്ഞ്, നമ്മുടെ കണ്ണുനീരായി നമ്മുടെ കൽബ് നിറഞ്ഞ് അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി റബ്ബിനോട് തേടാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. യഖൂലുല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇബ്നു ആദം തഫറഗ ലി ഇബാദതി, അവൻ എന്നെ ആരാധിക്കുന്ന വിഷയത്തിൽ അവൻ ഒഴിഞ്ഞിരിക്കും. അംലഉ സുദ്റക ഉനൻ, നിന്റെ ഹൃദയത്തിൽ ധന്യതയാൽ നിറയ്ക്കണം. അതുപോലെ തന്നെ വഅസ്ദു ഫക്രിക, നീ അങ്ങനെ ധന്യത കൊണ്ട് നിറക്കുമ്പോ അല്ലാഹു നിന്റെ ദാരിദ്ര്യം മാറ്റിത്തരും. വഇല്ലാ തജ്അൽ, നിനക്കങ്ങനെ ചെയ്യാൻ കഴിയണില്ല എങ്കിൽ മലഅത സുദ്റക ശഗലൻ, നിന്റെ ഹൃദയത്തിൽ അവൻ ശുഗലിട്ട് തരും. ഒരുപാട് തിരക്കുള്ള മനുഷ്യനെ പോലെ നിനക്ക് അനുഭവപ്പെടും. വലം അസുദ്ദു ഫക്രക, നിന്റെ ദാരിദ്ര്യം നീങ്ങിപ്പോകുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി ഖുദ്സിയായ ഹദീസിൽ കാണാം. അപ്പോൾ റബ്ബിന്റെ മുന്നിൽ കരയാനും റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി സമയം കണ്ടെത്താനും റബ്ബിന്റെ മാർഗത്തിലുള്ള സമയങ്ങൾ അത് എനിക്ക് നാളെ എന്റെ പരലോകത്ത് ഉപകരിക്കുന്നതാണ് എന്ന് തിരിച്ചറിയാനും ഒക്കെ കഴിയുന്നിടത്താണ് ഒരു മനുഷ്യന്റെ ആയുസ്സിന് ഏറ്റവും വലിയ സൗഭാഗ്യം എന്നതാണ്. മൻ ത്വാല ഉംറുഹു, ആരുടെയെങ്കിലും ആയുസ് വർദ്ധിക്കുകയും വഹസുന അമലഹു, അവന്റെ അമലുകൾ നന്നാവുകയും ചെയ്തു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവനാണ് മനുഷ്യരെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ. നല്ല റസൂലുള്ളാഹി ചോദിക്കുക, അയ്യുൻ നാസി ഖൈർ എന്ന് ചോദിച്ചെടുത്ത് ആരാണ് നബിയെ ഏറ്റവും നല്ല മനുഷ്യനെന്ന് ചോദിച്ചെടുത്ത് മൻ ത്വാല ഉംറുഹു, ഒരു മനുഷ്യന്റെ ആയുസ് അത് 60 നിന്ന് 61 കടക്കുമ്പോൾ, അല്ലെങ്കിൽ 70 വയസ്സ് വരെ നീണ്ടു കിട്ടിയിട്ട്, അല്ലെങ്കിൽ 60 വയസ്സ് വരെ നീണ്ടു കിട്ടിയിട്ട് അങ്ങനെ ഉംറ് വയസ്സായി അങ്ങനെ പോകുന്ന സമയത്ത് വഹസുന അമലുഹു, അവൻ സൽക്കർമ്മങ്ങളിലാണ് ജീവിക്കുന്നതെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവനാണ് മനുഷ്യരെ കൂട്ടത്തിൽ ഏറ്റവും നല്ലത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നന്മകളിൽ മുന്നേറാൻ വേണ്ടി നമ്മൾ സന്നദ്ധരാകണം. അതുപോലെ തന്നെ സൂചിപ്പിക്കാനുള്ളത്, പള്ളികളിലേക്ക് വളരെ നേരത്തെ തന്നെ, റമദാൻ മാസത്തിൽ മാത്രമല്ല, ജുമാ ദിവസങ്ങളിൽ നിങ്ങൾ വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും വേഗത്തിൽ, അത് ഇന്ന സമയമാണ് നമുക്കറിയാം, അത് മനസ്സിലാക്കിയിട്ട് പള്ളികളിലേക്ക് നമ്മൾ വേഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുപാട് ഇൽമുകൾ നമ്മുടെ മെമ്പറുകളിൽ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ അറിവുകൾ നമുക്ക് കിട്ടും. ഒപ്പം ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് വാരിക്കൂട്ടാൻ കഴിയും. മുൻഗാമികളായ ആളുകളൊക്കെ ഒന്നാമത്തെ സുഫ് കിട്ടാൻ വേണ്ടിയിട്ട് മത്സരിച്ചിരുന്നു കാണാൻ പറ്റും. പലപ്പോഴും ഒന്നാമത്തെ സുഫിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഇമാം മെമ്പറിൽ കയറുന്നതിന് മുമ്പേ നമുക്ക് പള്ളിയിൽ എത്താൻ കഴിഞ്ഞാൽ അതിൽ കുറെ ഹൈറുകളുണ്ട് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നന്മകളുമായി മുന്നേറുന്ന, നന്മകളുമായി മത്സരിക്കുന്ന, ഫലതനാഫസൽ മുതനാഫിസൂൻ എന്ന് പറഞ്ഞ, സ്വർഗത്തിന് വേണ്ടി മത്സരിക്കണമെന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ നിന്റെ മഗ്ഫിറത്തും മർഹമത്തും കൊണ്ട് പുറത്തു മാപ്പാക്കി തരണം റഹ്മാനെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم ربنا تقبل منا صالح اعمالنا. اللهم انا نسالك الهدى والتقى والعفاف والغنى. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين امين برحمتك يا ارحم الراحمين. وصلى الله على نبينا محمد والحمد لله رب العالمين.